ഞാൻ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെൺകൊച്ചു അത് കണ്ടിട്ട് പറയാ, ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവും ആണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, ഇല്ല സൗകര്യം ഇല്ല. എനിക്ക് എന്താ പറയാ, പെൺകുട്ടിക്ക് എത്ര പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇത്രയും ചെറിയ ഒരു സദാചാരവാദിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ശരി, റോഡില് പാർക്ക് ചെയ്തിട്ടതാണ്. ഈ പെണ്ണനകത്തോ എത്തി നോക്കിയിട്ട് നീ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേ. ഒന്നുകൂടി പറഞ്ഞേ. ശരി, ഞാൻ വണ്ടി കണ്ട കൃത്യമായിട്ട് മനസ്സിലാവും വണ്ടി കണ്ട റോഡിലാണ് കിടക്കുന്നത്. അതിനകത്തോട്ട് പോയി എത്തി നോക്കിയിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. എന്തായിരുന്നു ഇവിടെ സംഭവം പറയും? എന്നാ മക്കള് ക്ലോസ് ആയിട്ട് പറ. എന്റെ അടുത്ത് പറ. എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ഒരു സ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാം. അത് നിന്റെതല്ല, കാണിക്കാൻ പാടുള്ള കാര്യം നിങ്ങളോട് കാണിച്ചത്. അത് അനുമോളുടേത്. ബിഗ് ബോസ് തലേ കയറി ഇരിക്കണം തോന്നുന്നു. എന്താ ഉറക്കം വരുന്നു. കണ്ടവന്റെ വ്യക്തി ജീവിതത്തിന്റെ അകത്തുള്ള വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള സ്വകാര്യതകൾ എന്തിനാണ് ഇത്രത്തോളം വീർപ്പ് മുട്ടി നോക്കാൻ വേണ്ടിട്ട് പോകുന്നത്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇതിപ്പോ ആ ചേട്ടൻ ആ ഫോണിൽ റെക്കോർഡ് ചെയ്തോണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇല്ലായിരുന്നെങ്കിൽ ആ പെൺകുച്ചി ഇപ്പൊ ഇത്രയും നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഇവർക്ക് ചീത്ത പേരും അവരുടെ കുടുംബത്തിലൊക്കെ നാണക്കേടും കാര്യങ്ങളൊക്കെ ആയേനെ. അതുകൊണ്ട് തിരിച്ചു വരവുണ്ടാവില്ല ശശി. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല.